ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു നാടൻ മുട്ട മസാലക്കറിയാണ്. ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി കറിയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അപ്പോൾ നമുക്ക് അതിനായിട്ട് ഒരു 4 കോഴിമുട്ട ഞാൻ ഒരു പാത്രത്തിൽ വെച്ചിട്ട് നികരെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അത് നമ്മൾ വളരെ സിമ്മിൽ വെച്ച് വേവിച്ചെടുക്കാം. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ സിമ്മിൽ വെച്ച് വേവിക്കുന്ന സമയത്ത് നമ്മൾക്കൊരു 10 മിനിറ്റ് 15 മിനിറ്റ് ആയാലും കുഴപ്പമില്ല. അത് പൊട്ടാതെ നല്ല വൃത്തിയായിട്ട് കിട്ടിക്കോളും. മുട്ടയെല്ലാം പുഴുങ്ങി റെഡിയായി. ഇനി നമ്മളൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചു. തീ ലോ ഫ്ലെയിമിലിട്ടിട്ട് 1 സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. അതിലേക്ക് ഒരു 1.5 സ്പൂൺ മല്ലി ചേർത്ത് കൊടുത്തു. മല്ലി ഒന്ന് പൊരിഞ്ഞ് വരുന്ന സമയത്ത് ഒരു 5 വറ്റൽമുളകും ഒരു 1/4 സ്പൂണിലധികം കുരുമുളകും ഒരു 1/4 സ്പൂൺ പെരിഞ്ചീരകവും ചേർത്ത് നമ്മളൊന്ന് ചെറുതാക്കി ചൂടാക്കി എടുക്കുക. അപ്പോൾ ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കരിഞ്ഞു പോകാതെ ചൂടാക്കുക. ഇതേമാതിരി ഒന്ന് കളർ ചേഞ്ചായി വരുന്ന സമയത്ത് ഒരു 1/4 സ്പൂണിൽ പകുതി ചെറിയ ജീരകം കൂടി ചേർത്ത് അതിൻ്റെ ഫ്ലെയിം ഓഫ് ആക്കുക. എന്നിട്ട് ചൂട് മുഴുവൻ ആറുന്നതിന് മുമ്പായിട്ട് ഒരു മിക്സിയുടെ ജാറിലിട്ട് നമ്മൾ വെള്ളം ചേർക്കാതെ അരച്ചെടുക്കാം. അപ്പോൾ ആ ഓയിലിൽ തന്നെ നമ്മൾ അരച്ചെടുക്കാം. ഇതേപോലെ നമ്മൾ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ക്വാണ്ടിറ്റി കുറച്ചായതുകൊണ്ടാണ്, ഇല്ലെങ്കിൽ നന്നായിട്ടൊന്ന് അരഞ്ഞ് കിട്ടും. അപ്പോൾ നമ്മൾക്ക് ഇതേപോലെ അരഞ്ഞ് കിട്ടിയാലും മതി. ഇപ്പോൾ 4 കോഴിമുട്ട നമ്മൾ ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. 2 തക്കാളി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു വലിയ സവാള പൊടിയായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ 2 തക്കാളിനെ എടുക്കുക. പിന്നെ 1 സ്പൂണ് ജിഞ്ചർ ഗാർലിക് ചതച്ചതും. ഒരു കടായി അടുപ്പിൽ വെച്ച് ഒരു 1.25 സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തു. മീഡിയം ഫ്ലെയിമിലാക്കുക. എണ്ണ ചൂടായതിന് ശേഷം ഒരു 1/4 സ്പൂൺ ഉലുവ ചേർത്താൽ മുട്ടക്കറിക്ക് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഉലുവ പൊരിഞ്ഞ് വരുന്ന സമയത്ത് സവാള കട്ട് ചെയ്തതും 2 പച്ചമുളക് കീറിയതും ചേർത്ത് കൊടുത്തു. ഒരുവിധം ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി അതിലേക്ക് ജിഞ്ചർ ഗാർലിക് ചതച്ചതും ചേർക്കാം. നമ്മളൊരിത് 1.5 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി. ഇനി നമുക്ക് അതിലേക്ക് വേണ്ടത് ഒരല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് കൂടി ചേർത്ത് ഒന്നുകൂടി വഴറ്റി കൊടുക്കുക. ഇനി നമ്മൾ തക്കാളി ചേർത്ത് കൊടുക്കണം. തക്കാളി ഞാൻ അതേപോലെ പൊടിയായിട്ടാണ് കട്ട് ചെയ്ത് ചേർത്തിരിക്കുന്നത്. അപ്പോൾ ഇതേപോലെ തന്നെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ തക്കാളി സവോളയും എല്ലാം കൂടി ഒന്ന് ഇതേപോലെ ഒന്ന് സെറ്റായി വരുന്ന ഈ സമയത്ത് നമ്മൾ അതിലേക്ക് ഒരു 1/4 സ്പൂണ് മുളക് പൊടി, ഒരു കളറിന് വേണ്ടി മാത്രം, അത്ര തന്നെ മഞ്ഞൾപ്പൊടിയും ഒരു 1/4 സ്പൂൺ ഗരം മസാലയും ചേർത്ത് കൊടുത്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക. ഇനി നമ്മൾക്ക് കറിക്ക് ആവശ്യമായ വെള്ളം ഒന്ന് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മൾ 4 മുട്ടയാണ്, അതിനനുസരിച്ചുള്ള ഗ്രേവിക്കുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾക്ക് നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന മസാല കൂട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഏകദേശം ഒരു 2 സ്പൂൺ അളവിൽ മസാല കൂട്ടാണുള്ളത്, അതുകൂടി ചേർക്കാം. അപ്പോൾ നമ്മൾ വെള്ളം തൊടാതെ അരച്ചുകൊണ്ട് തന്നെ മസാല അതിലേക്ക് തിളച്ച് വരുമ്പോൾ പെരുകി വരും. അപ്പോൾ മിക്സിയുടെ ജാറ് കഴുകിയ ഒരു 2-3 സ്പൂൺ വെള്ളം കൂടെ ഒഴിച്ചു. എന്നിട്ട് നമ്മൾക്ക് നല്ല പോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ നമ്മളിങ്ങനെ സവോളയൊക്കെ നല്ലപോലെ ചേർത്ത് കഴിക്കുന്ന സമയത്ത് നല്ലൊരു രുചിയാണ്. ആ സവോള ചേർത്ത് കഴിക്കാൻ പറ്റും. നല്ലപോലെ തിളച്ച് വരുന്ന സമയത്ത് ആ കോഴിമുട്ട എല്ലാ വശവും ഒന്ന് വരഞ്ഞു കൊടുത്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിലേക്കിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഇനി നമ്മൾക്ക് വേണ്ടത് തീ ലോ ഫ്ലെയിമിലിടുക. എന്നിട്ടൊരു 4 മിനിറ്റോളം അടച്ച് വെച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ ആ മസാലയൊക്കെ കോഴിമുട്ടയിൽ ശരിക്കും ഒന്ന് പിടിച്ച് നല്ല ടേസ്റ്റായിട്ട് വരട്ടെ. അപ്പോൾ 4 മിനിറ്റ് ലോ ഫ്ലെയിമിൽ തന്നെ ഇടുക. കണ്ടില്ലേ, 4 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോൾ എണ്ണയെല്ലാം തെളിഞ്ഞ് നല്ല സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഗ്രേവിയൊക്കെ ഒരുവിധം കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഉള്ളത്. ഇനി അതിലേക്ക് പോരാത്ത ഉപ്പ് കൂടി ചേർത്തു. അപ്പോൾ നമ്മുടെ അടിപൊളി മുട്ട മസാലക്കറി ഇവിടെ റെഡിയായി. അവസാനമായിട്ട് ഒരു കൈപ്പിടി മല്ലിയില കൂടി ചേർത്തു. അപ്പോൾ നമ്മളത് മുട്ടക്കറി കണ്ടില്ലേ, നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. നല്ല പാകത്തിന് ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെയും കഴിക്കാൻ നല്ല പാകത്തിനായിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ അതിൻ്റെ ഫ്ലെയിം ഓഫ് ആക്കി ഒരുവിധം ചൂടാറിയതിന് ശേഷം മാത്രം ഉപയോഗിക്കുക. കറി ചൂടാറിയതിന് ശേഷം നമുക്ക് ഇതേപോലെയാണ് ഒന്നുകൂടി അത് കുറുകി കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഞാനതൊരു വേറെ ബൗളിലേക്ക് പാകത്തിൽ കാണിച്ചു തരാം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ തന്നെ ബെല്ലൈക്കൺ കൂടി അമർത്തണേ. പിന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഈ വീഡിയോ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടിപൊളി മുട്ടക്കറി ഇതേപോലെ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇന്ന് നമുക്ക് ചപ്പാത്തിയുടെ കൂടെ തന്നെയാണ് കഴിക്കുന്നത്. വീണ്ടും നല്ലൊരു വീഡിയോയുമായിട്ട് കാണാം. താങ്ക് യു.